കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. ഫെമ ചട്ടലംഘനം നടന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മുഖ്യമന്ത്രിക്ക് പുറമെ മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി സിഇഒ KM എബ്രഹാം എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഇഡിയുടെ ഈ നീക്കം BJP UDF കക്ഷികൾക്കായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പരിഹാസം. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഉപയോഗിച്ചത് ഫെമ ചട്ടലംഘനം എന്നതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് 3 മാസം മുൻപ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി സിഇഒ KM എബ്രഹാമിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. 2019 9.72% പലിശയിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 2019 ജനുവരി 17 ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലായിരുന്നു മസാല ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നത് BJP UDF മുന്നണികളെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാനുള്ള ഇഡിയുടെ നീക്കമാണെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പായി അപ്പൊരു പുക പടലം സൃഷ്ടിക്കണം, പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിക്കളയാവുന്ന ഒരു കാര്യം വെച്ച് ഷോ പോസ്റ്റ് കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട്. ഈ രാഷ്ട്രീയ കളിയ ഇഡി നടത്തിക്കൊണ്ടിരിക്കും. എന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ നിൽക്കല്ല, എന്തിനാ വിളിക്കണമെന്ന് പറയണം. ഇഡിയുടെ നോട്ടീസ് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും BJPയുടെ രാഷ്ട്രീയ കളിയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഈ കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ സഞ്ചരിക്കുമ്പോൾ കിഫ്ബിയുടെ കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന്. അതാണ് കിഫ്ബി. കേരളത്തിന്റെ വികസനത്തിന് പുതിയ കുതിപ്പ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച കിഫ്ബിക്ക് നേരെ നടത്തുന്ന കടന്നാക്രമം കേരളത്തിന്റെ വികസനത്തിന് എതിരായിട്ടുള്ള കടന്നാക്രമമാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷയത്തിൽ ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്തിന് ധനനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ 293(1) വകുപ്പ് അനുസരിച്ച് ആ വകുപ്പിനെ ലംഘിച്ചുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. മാത്രമല്ല SNC ലാവലിനുമായി ബന്ധമുള്ള CDPQ എന്ന കമ്പനിയിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു നോട്ടീസ് അയച്ചിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ മറുപടി, പ്രതിപക്ഷം പറഞ്ഞത് അത് തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ഭയപ്പെടുത്തലാണ്. കേരളത്തിൽ BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് CPM നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ഇഡി ചെയ്യില്ല. ഇഡിയുടെ നോട്ടീസ് വലിയ കാര്യമായി കാണുന്നില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ലാവ്ലിൻ കമ്പനിക്ക് നൽകിയ പ്രത്യുപകാരമാണ് ഈ മസാല ബോണ്ട് എന്ന് പറയും. പിന്നെ മസാല ബോണ്ട് ഇറക്കിയില്ലല്ലോ. ഈ ഇഡി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആരുടെ പേരിലും നോട്ടീസ് അയച്ചതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടിയായി ഇതിനെ കാണരുത്, ഇതിനെ കാണേണ്ടി വരും. അല്ലാതെ യഥാർത്ഥത്തിൽ ഇത് അന്വേഷിക്കുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. മസാല ബോണ്ട് കേസിലെ ഇഡി നോട്ടീസ് തമാശ എന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച നോട്ടീസ് പറന്നു നടക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലും നോട്ടീസ് അയച്ചു. ഇതെല്ലാം ഇവിടെ എത്തിയെന്ന് ഇഡി പറയണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. കിഫ്ബി മസാല ബോണ്ടിലെ ഇഡി നടപടിയിൽ അമിതാവേശമോ വലിയ പ്രതീക്ഷയോ ഇല്ല എന്നായിരുന്നു മാത്യു കൂടൽനാടൻ MLAയുടെ പ്രതികരണം. ഏതായാലും ഇഡിയുടെ നീക്കത്തിനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ടോ പ്രതിനിധി വഴിയോ അഭിഭാഷകൻ വഴിയോ നിയമപരമായ നോട്ടീസിന് മറുപടി നൽകാൻ അവസരമുണ്ട്. കേസിൽ തുടർ നടപടികൾ ഉടനുണ്ടാകുമെന്നാണ് സൂചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കൊച്ചി.